ആണോ? ഓക്കെ പോണം. നല്ല ഗ്രിപ്പിംഗ് ആണ്. ഞാൻ പിന്നെ എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് അവിടെ ഇവിടെ ഡബിങ്ങിന്റെ സമയത്തൊക്കെ കണ്ടിട്ട് നമുക്ക് പുറത്തുനിന്ന് കേൾക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് വളവുമായി ബന്ധപ്പെട്ടുള്ള സീനുകൾ അതെല്ലാം എനിക്ക് ഭയങ്കര അടിപൊളിയല്ലേ. ഞാൻ അവിടെ ഡാൻസ് ചെയ്തൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പാവം നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മീൻസ് ഇവർക്കൊക്കെ സ്റ്റെപ്പ് അപ്പോഴല്ലേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. എന്നിട്ടും അത് അങ്ങനൊരു നല്ല നല്ല രീതിയിൽ ചെയ്തു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ മൊബൈലിൽ കാണുമല്ലോ, തിയേറ്ററിൽ കാണുമ്പോൾ ഡാൻസ് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയി കാണുന്നത് അടിപൊളിയാണ്. നമുക്കറിയാലോ ഇതിന്റെ പാടെന്താ പറയുന്നത്. ഇത് പല സമയത്തും കളിക്കേണ്ടി ആദ്യത്തെ എക്സ്പീരിയൻസ് സൂപ്പർ. ഇത് പിന്നെ നമ്മുടെ ഹോം ക്രൂവിന്റെ കൂടെ രസമുണ്ട്. കൈയൊക്കെ എടുത്ത് വിസിലാക്കി എനിക്കൊന്ന് അങ്ങോട്ട് നമ്മൾ അവിടെ ഒന്ന് അന്വേഷിക്കട്ടെ. എല്ലാവരെയും ഇവിടെ എല്ലാം ഈ ഒരു സ്പേസ് ഒക്കെ ഈ ഫ്രഷ് ഒരുപാട് ചേഞ്ചസ് വന്നത്തേക്കാളും അമ്മേനെ കണ്ടിട്ട് അച്ഛൻ കുറച്ചെങ്കിലും കൊണ്ടല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചാണോ ഉണ്ടാവില്ല, കഴിക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവും. അത് എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ വരെ? ഇഷ്ടപ്പെട്ടു. ഇന്റർവ്യൂ പഞ്ചൊക്കെ ഒരു രക്ഷയില്ല. ഇന്റർവ്യൂ വേണ്ടായിരുന്നു തോന്നി. ഒരു രക്ഷയില്ല. അടിപൊളിയല്ലേ? ഫുള്ള് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ മാറിയിട്ടാണോ കോളേജിലേക്ക് പോകുമ്പോൾ പറയുന്ന പാർട്ടിയോടെ ഈ ഒരു സ്പേസ് ഒക്കെ ഈ ഫ്രഷ് ഒരുപാട് ചേഞ്ചസ് വന്നത്തേക്കാളും അമ്മേനെ കണ്ടിട്ട് അച്ഛൻ പൊളിച്ച
ആരിത് ശങ്കർ സാർ എന്നാ പണി വെച്ചിരുന്നു സാർ പിന്നെ എല്ലാവരും സൂപ്പറായിട്ട് കേട്ടോ ഞെട്ടിച്ചോട്ടെ SI ഞെട്ടിച്ചു SI ഞെട്ടാറായില്ല ഇനി വരാനുള്ളൂ എല്ലാവരും കാണും പിന്നെ കണ്ടോ ഇഷ്ടമായി സുമതി എന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കണ്ട പടം കണ്ട എങ്ങനെയുണ്ട് പടം ഇഷ്ടപ്പെട്ടല്ലോ? താങ്ക് യു അപ്പൊ എല്ലാരും അറിയിക്കുക. അടിപൊളിയല്ലേ? നിങ്ങളെ പറയണ അതിനെ പറ്റി നമ്മളല്ല പരിപാടി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയാം. പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്ക് വിഷ്ണുചേട്ടൻ രക്ഷയിലാണ്, അത് പൊളിച്ചിട്ടുണ്ട്. രഞ്ജൻ ചേട്ടന്റെ പരിപാടി, അഭിലാഷ് ചേട്ടന്റെ എഴുത്ത്, എല്ലാ പരിപാടിയും ഒത്തു വരുമ്പോഴാണുള്ളൊരു പടം ഭംഗിയാണ്. അതുപോലെ ആയിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. എല്ലാവരും മാക്സിമം ശ്വാസം സൗണ്ട് പേടിച്ചോ? ചെറുതായിട്ടോ? ഇത്രയും ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പടം തിയേറ്ററിലേക്ക് വന്ന ആൾക്കാരെ കാണുന്ന ഒരു ടെൻഷനാണല്ലോ. പക്ഷേ ഫസ്റ്റ് ഷോ കണ്ട് വെരി ഹാപ്പി, അടിപൊളിയായിരുന്നു. എന്തായാലും ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ. താങ്ക് യു. അല്ല, നിങ്ങളുടെ റിവ്യൂസ് ഒന്ന് ഉറക്കെ പറ. ഗംഭീരാണോ? അത് മതി. താങ്ക് യു. എല്ലാവരും പോയി കാണണം. ടെൻഷനാണ്, പക്ഷേ എല്ലാവരും പോയി കാണണം, എന്നിട്ട് പറയണം എങ്ങനെയുണ്ട്. താങ്ക് യു. Huge effort. Thank you so much, guys. എന്തായാലും നിങ്ങളെ മാധ്യമങ്ങൾ വഴി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ഫാമിലി ഓക്കെ. അപ്പോൾ താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു. ചേട്ടാ ഒന്ന് ഫ്രണ്ടെന്ന് പറഞ്ഞ കേട്ടോ.
എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോടെ കണ്ടപ്പോൾ തിയേറ്ററിൽ? അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂവി ഫുള്ളിരുന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ പോലും അറിയാത്ത കുറേ സീൻസ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കാണാൻ പറ്റി. സന്തോഷം. പേടിച്ചായിരുന്നോ തിയേറ്ററിൽ കണ്ടോ? പിന്നെ കുറേ സീൻസ് ഞാൻ പേടിച്ചു. ഒരു ഫേസ് വരുന്ന സീനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചായിരുന്നു. കുറച്ച് സീൻസ് പേടിച്ചായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ഇരുന്ന സ്ഥലത്ത് കുറച്ച് വോളി അധികമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി മ്യൂസിക്കെല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ടീമായതുകൊണ്ട് അഭിലാഷിന്റെ പരിപാടി ആയതുകൊണ്ട് വിഷ്ണുവിൻ്റെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന സ്കോറാണ് ഇതൊക്കെ. എല്ലാവരും ദുബായിന്ന് കണ്ടപ്പോഴേ മിനിങ്ങാൻ തന്നെ വിളിച്ചു തുടങ്ങിയായിരുന്നു. ഇവിടെ കണ്ട ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടിട്ട് ഞാനൊരു എക്സൈറ്റഡ് ആവുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. എനിക്ക് ഫീൽ ചെയ്യുന്നത് മാളികപ്പുറം ഒരു എനർജി ബേസ്ഡ് ആണ്. ഇതും ഒരു എനർജി ബേസ്ഡ് ആണ് ഈ മൂവി. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ചെറിയ രാഗ വൈബ് കൊണ്ടുവരുമ്പോൾ രാഗത്തിന് നമ്മൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്കലി. അത്രയും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവരാരും ആ വഴിക്ക് വന്ന് ശല്യപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ കൊണ്ടാണ്. എല്ലാവരും കാണണം, നല്ല വാക്കുകൾ സ്പ്രെഡ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നല്ലതെന്ന് പറയണം കേട്ടോ. താങ്ക് യു. ഇതിന് മൊത്തം എൻ്റെ ഡിഫറെൻറ്റ് ട്രാക്സ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടങ്ങളിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാക്സ് ആണ്. അപ്പോൾ എനിക്ക് അതൊരു പ്രത്യേകതയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോടെ കണ്ടപ്പോൾ? ഭയങ്കര സന്തോഷം. ഫാമിലി ഓഡിയൻസ് അതുപോലെ ചെയ്തിട്ടുണ്ട്. കുറേ ചിരികൾ കേൾക്കാൻ പറ്റി. നമ്മൾ പലപ്പോഴും പേടിച്ചെല്ലാം സോൾവ് ആയി കിട്ടുമ്പോൾ അതെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് പല തിയേറ്റേഴ്സിനും. ഹാപ്പി, വെരി ഹാപ്പി. അവരോട് ചോദിക്കും, നമ്മളോട് ചോദിച്ചത് അവരോട് ഓഡിയൻസോട് ചോദിക്കും. എല്ലാ സ്വന്തം മോഡലിൽ ടെൻഷനിലായിരിക്കും. പക്ഷെ ആൾക്കാരുടെ റെസ്പോൺസ് സന്തോഷം കേൾക്കുമ്പോൾ ചില്ലാണ്. ഞാൻ ഒന്ന് പുറത്തേക്ക് കേട്ടോ. എനിക്ക് ഇത്രയും പേര് കൂടിയിരിക്കുന്നുണ്ട്. ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയാവുന്ന കണ്ട ആൾക്കാരോട് ചോദിക്കുക. ഒരു നല്ല അഭിപ്രായമാണെങ്കിൽ തീർച്ചയായും മടിച്ചിരിക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് തിയേറ്റർ വന്ന് തന്നെ കാണാം. ഒരിക്കലും ഓടി കാണാൻ നിൽക്കരുത് പ്ലീസ്. ഇത് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടപ്പോൾ? ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആണ്. വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെന്റ് അവര് പറയട്ടെ, ഞാൻ ഇവരൊക്കെ പറയണ്ടത് പുതിയ താരങ്ങൾ, രണ്ടും പുതിയ താരങ്ങളാണ് മലയാള സിനിമയിലൊക്കെ. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലായിടത്തും റിപ്പോർട്ട് വരുന്നുണ്ട്. മീഡിയക്കാരുടെ സപ്പോർട്ടിന് വലിയ താങ്ക്സ്. ഒരുപാട് അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ അടിപൊളിയായിരുന്നു. മലയാള സിനിമയിലേക്ക് എൻട്രി ആണ്. മുഴുവൻ ക്യാരക്ടർ എന്നാണ് ഓഡിയൻസിന്റെ കൂടി പടം കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാവരും എന്റർടൈനും. ശരിക്കും മനസ്സിലാവുന്നു. അടിപൊളി. നമുക്ക് തോന്നില്ല എനിക്ക് രസമായിട്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു എല്ലാ ഫോർമുലയുണ്ട്. എന്ന് വെച്ചാൽ ഹൊറർ, കോമഡി, ആക്ഷൻ, ഫാമിലി ഡ്രാമ, പാട്ട്, ഡാൻസ്, നല്ല സാധനം. അടിച്ചു പോനെ മുന്നോട്ട്
എവിടെ അഭിലാഷ്? അഭിലാഷ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനെ കാണാൻ എന്ത് ഭംഗിയാ സിനിമയില്. ആരവം കാണുന്നു, എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. റിലീസായിട്ടുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, ഫാമിലിയായിട്ട് പോയി കാണാം, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമൊക്കെ. പ്രേതപ്പെടുന്ന പറയുമ്പോൾ ആൾക്കാർ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമോ, പേടിക്കാമോ? എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടമാണ്. ഫാമിലി പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാം. മോളെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കാണേണ്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നമ്മളെ കൃത്യം സമയത്തിന് പേടിപ്പിക്കും, കൃത്യം സമയത്തിന് ചിരിപ്പിക്കും. എല്ലാം നമുക്കൊരു നല്ല ഇമോഷൻ കൂട്ടിച്ചേർത്ത് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അല്ലേ? അപ്പോൾ ആദ്യം നല്ല ചിരിയുള്ളൊരു കുട്ടികൾ പേടിക്കും. കാരണം സാധാരണ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രേത സിനിമ കാണാറുള്ളതല്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണ്. എല്ലാം ഇടയ്ക്കിടയ്ക്കൊക്കെ പേടിപ്പിക്കും, പക്ഷെ അത് കൃത്യ എമൗണ്ടിലാണ്. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന മൂവിയായിരിക്കും. ഞാൻ ഹാപ്പിയാണ്. പടം ലൈക്ക് സൂപ്പറാണ്. ഇനി വർക്ക് ആവും എന്തായാലും. ബാക്കിയുള്ളവർ കണ്ടിട്ട് അറിയിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആണ്, ഫുൾ ഹാപ്പി. ആണ് എവ്രിബഡി ലൈക്ക് എല്ലാവരും നല്ലതായിട്ട് ചെയ്തത്. ആരും അതിലൊരു കുറവ് പറയില്ല. ടു ഗുഡ്. താങ്ക് യു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോർഷൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. മൊത്തത്തിൽ കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു മൂവി. ലൈക്ക് ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ഈ ഇതില് ഡാൻസ് ഒക്കെ സ്പോർട്ട് കോറിയോഗ്രാഫി വരുമെന്നൊക്കെ പറഞ്ഞു. ഡാൻസ് ഒക്കെ മാസ്റ്റർ അപ്പൊ പഠിപ്പിച്ച് കളിച്ചു. ബാലചന്ദ്രനായിട്ടുള്ള കോമ്പോ അല്ലേ? അതെ അതെ. ലൈക്ക് നമുക്കങ്ങനെ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കാണുന്നതാണല്ലോ ബാലചേട്ടനെ. ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. അർജുൻ ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടോ? എല്ലാവരും ഇഷ്ടമായോ? എന്തായാലും താങ്ക് യു ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരി പറയൂ. രാവിലെ നമ്മൾ ഇങ്ങനെ പണിക്കിറങ്ങുമ്പോൾ നമ്മൾ ഏത് പടം കാണാൻ വന്നതെന്നല്ലല്ലോ ചോദിക്കണ്ടേ. ഇതൊക്കെ പടം ഉണ്ട്. അപ്പൊ സുമതി വളവിൽ ആരൊക്കെ അഭിനയിക്കുന്നത് പറയൂ. അല്ല അതിപ്പോ അദ്ദേഹം പറഞ്ഞല്ലേ. അല്ല നായകനാരാ? ആരൊക്കെ? ഈ ഇഷ്ടം പോലെ വിടൂ. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഒരു സിനിമ റിപ്പോർട്ട് ചെയ്യാൻ വന്നല്ലേ നിങ്ങൾ. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ ആൾക്കാർ അഭിനയിക്കുന്നുണ്ടെന്നല്ല പറയുക. അതിൽ ആരാ നായകൻ, ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണ്ടേ? എനിക്കിഷ്ടമായി, സിനിമ ഇഷ്ടമായി. അഭിലാഷ് പിള്ളയാണ് എഴുതിയിരിക്കുന്നത്, വിഷ്ണു ശശിശങ്കറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, ബാലു വർഗീസ് തുടങ്ങിയ ഗൂഗിൾ സുരേഷ് ഗോപി തുടങ്ങിയ ആൾക്കാരാണ് അത് ലീഡ് ചെയ്യുന്നത്. നായികമാരിൽ മാളവികയാണ് അർജുൻ്റെ പേര്, ഗോപികയാണ് ബാലുവിൻ്റെ പേര്, ജൂഹി എന്ന് പറഞ്ഞ കുട്ടിയാണ് പവി കെയർ ടേക്കറിലൊക്കെ ചെയ്ത കുട്ടിയാണ് ഗൂഗിളിൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. ജസ്മി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ശിവത ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ശരിയാണ്. പക്ഷെ അതാരൊക്കെയാണെന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് നല്ലൊരു ഫോമുല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് പോപ്കോണൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ പോലെയാണ്. അങ്ങനത്തെ ഒരു സിനിമ, എല്ലാ എലമെന്റ്സും ഉള്ളൊരു സിനിമ. തീർച്ചയായിട്ടും
അഭിനയത്തിൽ ഞാൻ ഇതിലൊരു ഭാഗം പറ്റുന്നതിൽ വളരെ അപ്പോൾ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടു, അതിന് വന്ന റെസ്പോൺസസും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ? താങ്ക് യു. ആ അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെ നെഞ്ചിലേക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഓക്കെ. അതിൽ കുറെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ മോൻ്റെ നിന്ന് വാറ്റി പിടിച്ചിരിക്കുന്ന ഒരു അച്ഛൻ, ചാരായം മേടിച്ചിരിക്കുന്ന അച്ഛൻ അല്ലേ, അവസാനത്തെ ഡയലോഗ് വിളിച്ചിറക്കിക്കൊണ്ട് പാടാന്നുള്ള ഡയലോഗ് പിന്നില്ലാണ്ട് ഒരുപടി മുകളിൽ മാസം നിന്നു. ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണല്ലേ, കോമഡി ഹൊറർ എല്ലാ എലമെന്റ്സും ഉണ്ട്. ഒരുപാട് ബിഗ് ബഡ്ജറ്റാണ്, ഒരുപാട് പേടിച്ചാണ് റിലീസൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു വിജയം കാണുമ്പോൾ ഇപ്പം എന്താ പറയാനുള്ളത്? ഈ ഒരു വിജയം കാണുമ്പോൾ, ഇത്ര വലിയൊരു വിജയം കാണുമ്പോൾ പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷമല്ലേ പ്രേക്ഷകരിൽ ഏറ്റെടുത്തു. കാരണം നമ്മളൊക്കെ മുമ്പേ ഈ ഹൊറർ പടം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ അത് ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഹൊറർ പടം അങ്ങനെ ഒരുപാട് കാലമായില്ല വരാറുണ്ട്. അത്ര പേടികളൊന്നും ഇന്നത്തെ ജനറേഷൻ ഇല്ലല്ലോ. തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് പേടി വരുന്നു പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. പടത്തിന് ശേഷം ഹിറ്റ് അഭിലാഷേട്ടനും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ വക സൂപ്പർ പടം, ഫാമിലി പടം. ഇത് ഹൊറർ മൂവി ആണെന്ന് വിചാരിച്ചിരിക്കുന്നതല്ല, ഹൊററൊന്നുമല്ല, അത് ചിരിക്കാൻ പറ്റിയ നല്ല ഫാമിലി പടമാണ്. അത്യാവശ്യം പേടിപ്പിക്കുന്നുണ്ട്. അടിപൊളി ഫാമിലി പടമാണ്. എനിക്ക് തോന്നുന്നല്ല എടാ പല്ലോട്ടിക്ക് ശേഷം ബാലിച്ചേട്ടൻ അർജുനേട്ടനും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭാര്യ പോകുമ്പോൾ എത്രത്തോളം കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ടുണ്ട്. നല്ല കോമഡികളുണ്ട്, ചിരിക്കാൻ പറ്റിയ സംഭവമാണ്. എന്തായാലും സംബന്ധിച്ചോളം സൂപ്പറാണ്. രഞ്ജിച്ചേട്ടൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, രഞ്ജിച്ചേട്ടാ സൂപ്പർ. അതേപോലെ ശേഷം അടിപൊളി. അല്ല നമ്മളെ അഭിലാഷേട്ടൻ്റെ അത് വലിയൊരു റോൾ ചെയ്യുന്നുണ്ട്. അഭിലാഷേട്ടൻ്റെ എഴുത്ത് മാത്രമല്ല, എല്ലാ മേഖലകളിലേക്ക് കൈയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വേഷമൊക്കെ അഭിലാഷേട്ടൻ ചെയ്യാൻ പറ്റും. നമ്മളെ വേണ്ടിയിരുന്നത് നമ്മൾ എഴുതിയിട്ട് അഭിലാഷേട്ടൻ ചെയ്തു. പുള്ളിനെ എഴുതി പുള്ളിനെ വിളിക്കും. സൂപ്പർ. മനോജേട്ടനൊക്കെ തകർത്ത് നമസ്കാരം. എങ്ങനെയുണ്ട് മൂവി? നല്ല സിനിമ, നല്ല സിനിമ. ഒരുപാട് സന്തോഷം. എനിക്ക് ഗോപിക മാത്രമല്ല എല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലി എന്റർടൈനർ, എല്ലാവർക്കും ആഘോഷമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഗോപിക നന്നായി പെർഫോം ചെയ്തു. ചേച്ചി എന്താ പറയാനുള്ളത്? സുഖം സുഖം. അടിപൊളിട്ടോ. മൊത്തത്തിൽ പിടിച്ച സമയത്ത് ഞാൻ വരാം. ഞാൻ അതാമിലേക്ക് എത്തല്ലേ? അല്ലേ അബാമ ഹോട്ടൽ എന്ന് പറയുന്നത് വരുന്ന ഞാൻ ഞാൻ വണ്ടി അവിടെ ഇതിന്റെ ഫ്രണ്ടാണ്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം, വളരെ സന്തോഷമുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രം. അല്ല, നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അബിയാണെങ്കിലും അർജുനാണെങ്കിലും ഫുൾ ഗ്യാങ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം നന്നായി പണിയെടുത്തിട്ടുണ്ട് ഇവർ. കുറച്ച് കാലം എനിക്കറിയാലോ, അനൗൺസ് ചെയ്തിട്ട് എത്ര കാലമായി. അതും ഫുൾ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഹാർഡ് വർക്ക് പ്രേക്ഷകരിലേക്ക് എത്തും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ഗിഫ്റ്റ് ആയിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും. നല്ല എന്റർടൈനിങ് സിനിമ. താങ്ക് യു. നമ്മുടെ ഇനി എല്ലാവരും വരിക, ഇതന്നെയാണ്, എല്ലാവരും വരിക, സിനിമ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കുറേ നാളായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അങ്ങനെ ലാസ്റ്റ് ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും വരിക, 2-3 പ്രാവശ്യം സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടത് അഭിലാഷേട്ടനും വിഷ്ണു ചേട്ടനും എനിക്കൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. അഭിനയിച്ചിട്ട്
ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സെക്കൻഡ് ഹൊറർ മൂവിയാണ്. ഫസ്റ്റത്തെ ഒരു കുമാരി എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു, ഒരു ചാത്തൻ ബേസ്ഡ് മൂവിയായിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ എനിക്ക് അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹൊറർ മൂവി അതും മാളികപ്പുറം ടീമിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അതിന് വളരെയധികം സന്തോഷം. നിങ്ങളിങ്ങോട്ട് കയറിക്കോ, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. എനിക്കറിയില്ല എങ്ങോട്ടാ പോകുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും തണലത്ത് നിന്നാലും വെയിൽ വേണ്ട തലവേദന വരൂലേ? അത് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവർക്ക് മനസ്സിലാവും. ഒന്ന് മാറി കൊടുക്കണേ. ഞാൻ വേറെ വണ്ടി കൊന്നോളൂ. ചേട്ടാ ചേട്ടനാണ്. ഒന്ന് മാറുമോ? ഇനി ഇതിനകത്ത് വേറെ ആരാ ഉള്ളത്? ഇല്ല, അച്ഛൻ എത്തിയാൽ മതി. ശരി, ഓക്കെ. ബാക്കി എല്ലാം നോക്കിയിട്ട് പകരം പിടിച്ചോ. നാളത്തേക്കുള്ള നിങ്ങൾ അങ്ങോട്ട് വരണം. എവിടെ? പ്രസ് മീൻ അങ്ങോട്ട് പോകാം. ബാക്കി അവിടെ നിന്ന് 4:30. താങ്ക് യു. അപ്പോൾ ഓക്കെ, അടിച്ചു വിളിക്കാം. ശ്രീപദ് എവിടെ? ഭയങ്കര കാരണം ഞാനതിൻ്റെ അത് ചെറിയൊരു ഭാഗമാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. സുമതി വളവ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പണ്ടിങ്ങനെ കേട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ ആയിരുന്നു സുമതി വളവിലെ. പക്ഷെ അത് അഭിലാഷ് ചേട്ടൻ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും പശ്ചാത്തലമാണെങ്കിലും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അവർ നല്ലൊരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആർട്ടിസ്റ്റുകളെ പറയാൻ വേണ്ട, എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല. എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ചെണ്ടോട്ടുകാരൻ അത് ഇപ്പം ഞാനെങ്ങനെ പറയണ ചെണ്ടോട്ടുകാരൻ അതിപ്പോൾ നമുക്കങ്ങനെ ഒരു ഓഡീഷൻ വഴി കിട്ടിയതാണ് എനിക്കത്. അത് നമ്മൾ പറയാതെ പറ്റില്ല. നമുക്ക് ഓഡീഷൻ വഴി കിട്ടിയതാണ്. അത് ഓഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടി. അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ട് ഇത് സിനിമ കാണുന്ന ആൾക്കാരാണല്ലോ അത് വിലയിരുത്തുന്നത്. എന്തായാലും ഞാൻ സിനിമ കണ്ട ഒരു പ്രേക്ഷകരെന്ന നിലയ്ക്ക് സുമതി വളവ് എന്ന് പറയുന്ന സിനിമ നല്ല ഒരു കോമഡി, എന്താ പറയുക, നല്ല അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനൊക്കെ വന്നിരുന്നു. പിള്ളേർ പേടിക്കുമെങ്കിലും പേടിക്കാനുള്ള ഒരു സംഭവമൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും പക്ഷെ അത് കുറേ കോമഡിയിൽ അതങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോകും. പിന്നെ ഇത്തിരി പേടിക്കുന്ന സംഭവങ്ങളൊക്കെ എന്തായാലും അതിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ സിനിമ. അപ്പോൾ ആ ഒരു യക്ഷിക്കഥ, അതായത് എന്താ പറയുക, പണ്ട് വിനയൻ സാറൊക്കെ ഒരുപാട് യക്ഷിക്കഥകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുപരി ഭയങ്കര ഗംഭീരമായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, അതിൻ്റെ ഡയറക്ടർ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് സിനിമ, നല്ല നല്ല സിനിമകളെ സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർ കണ്ടിട്ട് അതിന് ഒരു വിലയിരുത്തട്ടെ. പടം നല്ല വിജയമാക്കട്ടെ. ഞാനും കൂടി ഒരു ഭാഗമായതുകൊണ്ട് പടം നല്ല ഗംഭീരമായിട്ട് ഓടായിരിക്കും. ഓക്കെ. സ്റ്റെപ്പുകളൊക്കെ കണ്ടപ്പോൾ തന്നെ സൈലൻ്റായിട്ടാണ് ഇങ്ങനെ തുടങ്ങിയ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളധികം ഞാൻ പറയായിരുന്നു, അധികം സോഷ്യൽ മീഡിയ ഫ്രണ്ടിൽ വന്ന് അലക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഈ പടം പറയാൻ തോന്നുന്നു. നിങ്ങൾ വന്നും കൂടെ ചോദിക്കുമ്പോൾ പറയാൻ തോന്നുന്നു. എല്ലാവരോടും പറയും, നിങ്ങളും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണും കേട്ടോ. താങ്ക് യു. ശരി കേട്ടോ, ബൈ. സീ യു. ഇങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ട്? നല്ല ഇതായിരുന്നു പടം. നിങ്ങൾ കണ്ടില്ലേ? അർജുൻ്റെ ചേച്ചിയായിട്ട്, ദേവുവിൻ്റെ അമ്മയായിട്ട്. ഞാൻ അഭിലാഷിൻ്റെ വൈഫാണ്. പിന്നെ മാളികപ്പുറത്തിൽ ഞാൻ ടീച്ചറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല, എന്താ പറയുന്നത്, എല്ലാം ഇതിൽ നല്ല എല്ലാ എലമെൻസും ഉണ്ട്.
അതിപ്പോൾ എന്തൊക്കെ ഹൊറർ മാത്രമല്ല, കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, പിന്നെ റൊമാൻസ് ഉണ്ട്. എല്ലാം ഒരു കോംബോ പാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വന്നോ ഇതിൻ്റെ കാറ്റഗറി ഒന്നുമില്ല. എല്ലാ ആൾക്കാർക്കും വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കും അങ്ങനെയല്ലേ തോന്നിയേ? അല്ല, ഇപ്പം നമുക്ക് എന്താ പറയുക, പേടിക്കുന്നിടത്ത് പേടിക്കുന്നുണ്ട്, എങ്കിൽ ആ വളവിൽ തന്നെ നമുക്ക് ചിരിപ്പിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ ഹൊറർ പടം നമ്മൾ പലത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് ഒരു എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ പടം തന്നെ തോന്നി. എല്ലാം ഇനിയിപ്പം ഓഡിയൻസ് പറയട്ടെ. ഇപ്പം നമ്മുടെ പടം കൂടെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും നമുക്ക് അത്രയും ഒരു ഇതുണ്ടാവുമല്ലോ. ഇനി ഇതെന്ന് പറയുമ്പം വേണ്ട ഒരു ഡ്രീം പ്രോജക്റ്റ് കൂടെ ആയിരുന്നു 2019 മുതലിൻ്റെ ഒരു വർക്കിലാണ്. അപ്പോൾ നമുക്ക് അത്രയും അത് ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ഇതൊരു സ്ക്രീനിൽ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം.